ഹായ് ഹലോ, എന്തൊരു വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് സൂപ്പിൻ്റെ റെസിപ്പി ഒന്ന് സിമ്പിളായിട്ട് കണ്ടാലോ. നമ്മൾ ലോങ് വീഡിയോ ആയിട്ടല്ലേ സൂപ്പിൻ്റെ റെസിപ്പി കണ്ടത്. അപ്പം നമുക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടൊരു സൂപ്പിൻ്റെ റെസിപ്പി ഇടാമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. അപ്പം അതിനുവേണ്ടി ആദ്യമേ ഞാൻ പാൻ എടുത്തു, അതിനകത്തോട്ട് ബട്ടർ ഇട്ടതിന് ശേഷം നമ്മുടെ സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ക്യാരറ്റ്, ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി നല്ലതായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടേ. നന്നായിട്ടൊരു കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് എന്തിടാം? തക്കാളി, ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോ ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട, ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിരുന്ന പാത്രത്തിൽ ഇത് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനൊരു കുക്കറിൻ്റെ പാത്രത്തിനകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുത്തു, 1.5 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം ചില്ലി സോസ് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഉണ്ടല്ലോ ഉപ്പ് കുറവ്, അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിനകത്തങ്ങ് ആഡ് ചെയ്തു. അതിനുശേഷം ടൊമാറ്റോ സോസ് ഒഴിക്കാമെന്ന് വിചാരിച്ചു, 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് കോൺഫ്ലോർ കലക്കി ഒഴിക്കണ്ടേ, അപ്പോഴല്ലേ ഒരു തിക്നെസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിൽ 2 സ്പൂൺ കോൺഫ്ലോറും അതിനകത്തോട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഈ മിശ്രിതത്തിനകത്തോട്ട് ആഡ് ചെയ്തു. മിശ്രിതമല്ല, സൂപ്പിനകത്തോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയില, ഇത്രയും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ വീണ്ടും ഉപ്പ് കുറവ്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്തു. കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഏകദേശം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഇതിനകത്തൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. ഈ തിക്ക് കൺസിസ്റ്റൻസി വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറാവുന്നത്. അപ്പം നമ്മുടെ സൂപ്പ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ തിക്കായിട്ട് തിളച്ച് തിക്കായിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ സൂപ്പ്. സൂപ്പർ ടേസ്റ്റാണ്, ഞാനിങ്ങനെ പറഞ്ഞാലും സൂപ്പർ ടേസ്റ്റുള്ള സൂപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പനീറ്റുള്ള ദോഷം അങ്ങനെയുള്ള കാലാവസ്ഥ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ വരില്ലേ, ആ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് കുടിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു സൂപ്പാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്.